നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. അതായത് ടൈപ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിംഗ് തന്നെ പലതരമുണ്ട്. നമുക്ക് മനസ്സിലാക്കി പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 5 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല, കാണാപ്പാഠം പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് പറയുക. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 5 മാർക്കിന് നല്ല 10 മാർക്കിന് നമുക്കത് ആൻസർ എഴുതാൻ പറ്റും. നോക്കി നോക്കല്ലേ. നോക്കിക്കേ, rote learning is a memorization technique that involves repeating information until it is committed to memory. അതായത് ഓർമ്മ കിട്ടും വരെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പറഞ്ഞ് അല്ലെങ്കിൽ എഴുതി നമുക്ക് മറക്കാതെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് വരെ നമ്മളത് പഠിക്കുക. ആ റിപ്പീറ്റേറ്റീവ് സ്റ്റഡീനെയാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, This method focuses on the repetition of fact, procedure or data without necessarily understanding their meaning or context. അപ്പോൾ നോക്കിക്കേ, ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെ? വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദെയർ മീനിങ്. അതായത് എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കാതെ ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും. ആ ബൈ ഹാർട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ റോട്ട് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഇതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം എന്തായാലും. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ഫോർ ടാസ്ക് ലൈക്ക് മെമ്മറൈസിങ് വൊക്കാബുലറി, മാത്തമാറ്റിക്കൽ formulas or historical date, emphasizing quick recall rather than deeper comprehension. അതായത് ഇത് സത്യം പറഞ്ഞാലേ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ ചെയ്യാവുന്ന കാര്യമാണ് ഈ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്പേഴ്സ് പഠിക്കാൻ, ആൽഫബറ്റ്സ് പഠിക്കാൻ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ സബ്ജക്റ്റ് കുറച്ചുകൂടി ഹയർ ലെവലൊക്കെ ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നടന്ന ഇയറും ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, പിന്നെ ഫോൺ നമ്പർ, അങ്ങനത്തെ പെട്ടെന്ന് റീകോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിക്കാൻ ഈ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ.